ചെമ്പനിപ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഡെയിലി അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. മദ്യപിച്ച് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തായിരുന്നു കിടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ രവി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റുവാണ്. എല്ലാവരും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സുധിയെ അന്വേഷിച്ചുകൊണ്ട് കുറച്ചുപേർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നത്. ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ബിസിനസ് തുടങ്ങി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു ഡീലർഷിപ്പ് സുധിക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മറ്റ് ഡീലേഴ്സ് സുധിയെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് മാലയൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സച്ചി പോകാൻ വേണ്ടി റെഡിയാകുമ്പോഴാണ് മൊബൈൽ കാണുന്നില്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്നത്. വീട് മൊത്തം അരിച്ചു പെറുക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഫോണാണ് തിരയുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രുതിയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ തന്നെ എന്തിനാ എല്ലാം വലിച്ചു വാരിയിടുന്നത്, എന്താ നിങ്ങൾ തിരയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചിയുടെ ഫോൺ കാണുന്നില്ല, അതുകൊണ്ടാണ്. ഓ, ഇന്നലെ 3 പേരും വന്ന അവസ്ഥ അങ്ങനെയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഫോണ് എവിടെയെങ്കിലും കളഞ്ഞു കാണുന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്. സച്ചി ഓൾറെഡി ഫോൺ കാണാത്ത ടെൻഷനിലായതുകൊണ്ട് തന്നെ ശ്രുതിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, പൗഡർ എടുത്തി വേണ്ട, ഞാൻ ഭയങ്കര കലിപ്പിലാണുള്ളത്, നീ എന്റെ അടുത്തുനിന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുന്നേ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് മാറി നിൽക്കുന്നൊക്കെ ഉണ്ട്. സച്ചി അത് കഴിഞ്ഞ ശേഷം രേവതിയുടെ ഫോൺ എടുത്തുകൊണ്ട് സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് നേരെ മഹേഷിനെ വിളിക്കുകയും സച്ചിയുടെ ഫോൺ കാണാനില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോണല്ലേ, അത് സാരമില്ല എന്നുള്ള മട്ടിലാണ് മഹേഷ് പറയുന്നത്. പക്ഷെ ആ വീഡിയോ അതിനകത്തല്ലേ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് മഹേഷിന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴാണ്, ആ ശരിയാണല്ലോ, ശരത്തിന്റെ ആ വീഡിയോ അതിനകത്താണല്ലോ ഉള്ളത്, അത് തന്നെയാണ് എനിക്ക് ടെൻഷൻ. അതെങ്ങാനും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നമാവുമല്ലോ. എന്തായാലും ഇന്നലെ പാർട്ടി നടന്ന അവിടെ ആ ഹോട്ടലിൽ നമുക്കൊന്ന് പോയി നോക്കാം എന്നുള്ള കാര്യം മഹേഷ് പറയുന്നുണ്ട് കേട്ടോ. സച്ചി ഫോണിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് എന്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് സച്ചേട്ടനെ പറയുന്നതെന്ന് ചോദിക്കണേ. അത് ആൾക്കാരെ വിളിക്കാനുള്ള കോണ്ടാക്ട്സ് ഒക്കെ അതിനകത്ത് സേവ് ആണല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞതാണ്. സച്ചിയേട്ടാ, ഫോണ് പോയാൽ പോയിക്കോട്ടെ, നമുക്ക് വേറൊരു ഫോൺ മേടിച്ചാൽ പോരെ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. കാരണം സച്ചി അത്രയും ടെൻഷനിലും ദേഷ്യത്തിലൊക്കെയാണുള്ളത്. അത് പോരാ, എനിക്ക് എന്റെ ഫോൺ തന്നെ കിട്ടണമെന്ന് ഭയങ്കര ദേഷ്യത്തിൽ സച്ചി അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ രേവതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യമൊക്കെ. ഒന്നുമില്ല, ഞാൻ അവിടെ പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം കേട്ടോ. സച്ചി പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കബോർഡിനകത്ത് നിന്ന് ഫോൺ എടുത്തിട്ട് ശ്രുതിയുടെ ബാഗിനകത്തേക്ക് വെക്കുന്നത്. അതേസമയം ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുവാണേ. ശ്രുതി, നീ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. ഇനി സച്ചിയുടെ ഫോൺ എടുത്തതെങ്ങാനും ശ്രുതി അറിഞ്ഞോ എന്നുള്ള മട്ടിലാണ് നോക്കുന്നത്. ഒന്നും അറിയാത്തതുപോലെ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്തെന്ന് ചോദിക്കുകയാണേ. മറ്റൊന്നുമല്ല, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ മാലയും മര്യാദയും ഒക്കെ എന്നെ തേടി വന്നില്ലേ? ആദ്യത്തെ ദിവസം തന്നെ ഇത്രയും സബ് ഡീലേഴ്സ് എന്റെ മുമ്പിൽ വന്നിട്ട് കൈ കെട്ടി നിൽക്കുന്നത് കണ്ടില്ലേ? ഇപ്പോ വന്നവരൊക്കെ ഉണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ പോലും എടുക്കാത്തവരായിരുന്നു. എന്നാ ഇപ്പോ അവര് എന്നെ തേടി വന്നിരിക്കുന്നു. ഇനിയും ഇതുപോലെ തന്നെ 100 പേര് എന്റെ മുമ്പിൽ വന്നു വെക്കും. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എന്റെ ലൈഫ് മാറാൻ വേണ്ടി തുടങ്ങി. ശ്രുതി, ഇന്ന് നീ പോയിട്ട് കട നോക്കണം, ഞാൻ ഒരു ഡീലറിനെ കണ്ടിട്ട് വരാം, കുറച്ച് ലേറ്റ് ആവുന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. എന്നാ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോ കൊണ്ടുപോയിട്ട് ആന്റണിയുടെ കയ്യിൽ കൊടുക്കണല്ലോ, അതിനുവേണ്ടി വേറൊരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ നീ എന്റെ അടുത്ത് ഓൾറെഡി മുമ്പേ പറയേണ്ടതായിരുന്നല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, ഡെയിലി ഇതുപോലത്തെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, അതെല്ലാം ഇപ്പോൾ ശ്രുതിയുടെ അടുത്ത് പറയാൻ വേണ്ടി പറ്റും. ശ്രുതി സാധാരണ എന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണല്ലോ ചെയ്യാറ്. ഇന്നലെ നൈറ്റിൽ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനിടയ്ക്ക് പറയാൻ വേണ്ടി വിട്ടുപോയതാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ക്ലയന്റിന്റെ അടുത്ത് നാളെ വരാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം നീ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് ശ്രുതി പറയണേ. അതെങ്ങനെ അങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്നത്? എനിക്ക് എന്റെ ജോലി നോക്കണ്ടേ? അങ്ങനെ പോവാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ആ ക്ലയന്റ് പിന്നെ ഒരിക്കലും വരത്തില്ല എന്നും കൂടി ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. ഒരു ക്ലയന്റ് പോയാൽ എന്താ, എന്നെ തേടി വന്ന മാലയും മര്യാദയൊക്കെ നീയും കണ്ടതല്ലേ? പല ഭാഗങ്ങളിൽ നിന്നും ഇതുപോലെ ഒരുപാട് ആൾക്കാർ എന്നെ തേടി വരും. ഇന്ന് അഭിലാഷ് സാറിന് സെൻഡ് ഓഫ് കൊടുക്കണം, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരത്തുള്ളൂ. അതുകൊണ്ട് ഇന്നൊരു ദിവസം ശ്രുതി നീ ഷോറൂം നോക്കിയേ പറ്റുള്ളൂ. ശ്രുതി, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? എനിക്ക് ക്ലയന്റിനെ കാണാൻ വേണ്ടി പോയേ പറ്റുള്ളൂ. എന്നാ ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ്മാനായ ആളുടെ വൈഫ് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോകണ്ട, എന്തായാലും കുറച്ചു നാൾ മാത്രം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീ ഈ ജോലിക്കൊന്നും പോകാൻ വേണ്ടി നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയാനുള്ള റൈറ്റ്സ് ഒന്നും ശ്രുതിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിക്ക് ഞാൻ പോവുക തന്നെ ചെയ്യും, മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്തായാലും ടെൻഷൻ ആവൊന്നും വേണ്ട, അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നിനക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ നീ പോയി ചെയ്തോളൂ. പക്ഷെ ഇന്നൊരു ദിവസം മാത്രം നീ ഷോറൂം നോക്കണം. ശ്രുതിക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്കിന്ന് ജോലി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഞാൻ എന്തെങ്കിലും പറയുന്ന സമയത്ത് മാത്രമാണ് നിനക്ക് ജോലി വരിക. ശരി വിട്ടേ, ഞാൻ സ്റ്റാഫിന് പറഞ്ഞ കാര്യങ്ങൾ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി മുറിയിൽ അങ്ങ് ഇറങ്ങുവാണേ. പോയടുന്ന് തിരികെ വീണ്ടും വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട്
ഞാൻ ഒരു പ്രധാനപ്പെട്ട ജോലിക്ക് പോവാണ്, ഒന്ന് വിഷയെ പോലും ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് വിടുന്നുണ്ട് കേട്ടോ. ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതിയാണെങ്കിൽ മീരയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടി ഫോൺ എടുത്തു, നമുക്ക് ഉടനെ തന്നെ ആന്റണിയെ കാണാൻ വേണ്ടി പോണം, നീ വേഗം വായെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണേ. ശ്രുതിയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ മഹേഷും കൂടി ചേർന്നിട്ടാണ് ആ ഹാളിൽ വീണ്ടും പോയി നോക്കുന്നത്. സച്ചിയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് എടുത്തതുപോലെ എനിക്ക് തോന്നുന്നത്, എന്നാ അവിടെ എത്തിയോ ഇവിടെ വിട്ട് മറന്നോ ഒന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ലടാ എന്ന് പറയാണേ. ശരി, എന്തായാലും നീ ടെൻഷൻ ആവൊന്നും വേണ്ട, ഇന്നലെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് എന്തായാലും ഉള്ളിൽ പോയിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഉള്ളിലേക്ക് കയറി ചെല്ലുവാണേ. റിസപ്ഷനിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇന്നലെ നൈറ്റിൽ ഒരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഫംഗ്ഷനിൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, എന്റെ ഒരു മൊബൈൽ ഇവിടുന്ന് മിസ്സായി എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ല അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല എന്ന് പറയാണ്. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ അത് എടുത്തു വെക്കും, എനിക്കൊന്ന് അവിടെ പോയിട്ട് നോക്കാൻ വേണ്ടി പറ്റുമെന്ന് സച്ചി ചോദിക്കുമ്പോൾ അതിനെന്താ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്റ്റാഫിന്റെ കൂടെ തന്നെ അവരെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. നടന്ന എല്ലാ സ്ഥലങ്ങളിലും പോയി നോക്കുന്നുണ്ട്, പക്ഷെ അവിടെ നിന്നൊന്നും സാധനം കിട്ടുന്നില്ല കേട്ടോ. വീണ്ടും റിസപ്ഷനിൽ വരുമ്പോൾ റിസപ്ഷനിലെ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഫോൺ കിട്ടിയോ എന്നുള്ള കാര്യം. ഇല്ല, അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ ഇവിടെ എടുത്തു വെക്കായിരുന്നു, ഇനി ഒരു പക്ഷേ ഫംഗ്ഷന് വന്ന ആരെങ്കിലും ഫോണ് മാറ്റിയെടുത്തോണ്ട് പോയോ എന്തെന്നുള്ള കാര്യം അറിയില്ലല്ലോ, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ തരൂ, അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻഫോം ചെയ്യാ എന്ന് പറഞ്ഞിട്ടാണ് അവരെ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. പുറത്തിറങ്ങിയതിനു ശേഷം ഇവിടുന്ന് കിട്ടിയില്ലല്ലോടാ, എവിടെയായിരിക്കും ഫോണ് പോയിട്ടുണ്ടാവുക, അതിനകത്താണെങ്കിൽ ശരത്തിന്റെ ആ വീഡിയോ ഉണ്ട്, ആരെങ്കിലും അത് കണ്ടിട്ട് പുറത്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിൽ വലിയ പ്രശ്നമാകും, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ, ഒരുപക്ഷെ കാറിൽ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിലോ, പോലീസിലൊക്കെ പോണോടാ, പോലീസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവര് സിഗ്നൽ നോക്കിയിട്ട് ഫോൺ എവിടെയാന്നുള്ള കാര്യം കണ്ടെത്തും. എങ്കിലും ആ ശരത്തിന്റെ വീഡിയോ അതിനകത്തല്ലേടാ ഉള്ളത്, എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു. എന്തായാലും ഫോൺ നമ്മൾ കയ്യിൽ കിട്ടിയാലേ പറ്റുള്ളൂ, അവര് ഫോൺ കണ്ടുപിടിച്ച് തന്നു കഴിഞ്ഞാലും അതിനകത്ത് എന്തൊക്കെ വീഡിയോസ് ഉണ്ടെന്നുള്ള കാര്യമൊന്നും അവർ നോക്കില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടിയിട്ട് മഹേഷ് അവിടെ നിന്ന് പോവാണേ. തുടർന്ന് കാണിക്കുന്നത് മീരയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചേർന്നിട്ട് ആന്റണിയുടെ ആ ഓഫീസിന്റെ അവിടേക്ക് എത്തുവാണേ. ഫോൺ ഒരു വിധത്തില് കയ്യിൽ കിട്ടി. സച്ചിക്ക് നിന്റെ മേലെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ എന്ന് മീര ചോദിക്കുകയാണേ. അവൻ ഫോൺ കാണാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ മൊത്തം തിരയുന്നുണ്ട്. ഇപ്പോ ഫംഗ്ഷൻ നടന്ന ഹാളിലേക്ക് പോയിരിക്കുകയാണ് ഫോൺ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മളാണ് ഈ ഫോൺ എടുത്തെന്നുള്ള കാര്യം എങ്ങാനും സച്ചി അറിഞ്ഞാലുണ്ടല്ലോ, അവന്റെ കാറ് നമ്മുടെ ദേഹത്തിരിക്കും. അതൊന്നും അറിയില്ല, നീ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോവാണേ. അതേസമയം ആന്റണി ആണെന്നുണ്ടെങ്കിൽ പിരിച്ച കാശൊക്കെ ഓരോരുത്തടുത്ത് മേടിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ കാശ് കുറവാണല്ലോ എന്ന് ആന്റണി ചോദിക്കുമ്പോ ആ സച്ചി ഇവിടെ വന്നിട്ട് ചേട്ടനെ അടിച്ച കാര്യം എല്ലാവരും അറിഞ്ഞു എന്നുള്ള കാര്യം തോന്നുന്നത്, അതുകൊണ്ട് എല്ലാവർക്കും ഭയം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലായി. എന്തായാലും അവനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രുതിയും അതുപോലെ തന്നെ മീരയും കൂടി കടന്നു വരുന്നത്. എന്താ ഇത്തവണയും വെറും കൈയോട് കൂടിയിട്ടാണോ വന്നതെന്നുള്ള കാര്യം ആന്റണി അവരെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടേ. അതിന് മറുപടിയായിട്ട് ശ്രുതി പറയുന്നത് അവന്റെ ഫോൺ തന്നെ എന്റെ കയ്യിലാണ് ഉള്ളതെന്നാണ്. അങ്ങനെ വരട്ടെ, അതാണ് നിങ്ങളുടെ മുഖത്തൊരു തേജസ്. വീഡിയോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എനിക്ക് അയച്ചു തരണ്ടേ, എന്തിനാണ് ഇത്രയും ദൂരം ഇങ്ങോട്ടേക്ക് വന്നത്, വീഡിയോ പെട്ടെന്ന് തന്നെ എന്റെ ഫോണിലേക്ക് അയക്കാനൊക്കെ ആന്റണി പറയുന്നുണ്ട്. പക്ഷെ രണ്ടുപേരുടെ നോട്ടം കാണുമ്പോൾ എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്. ഉടനെ ശ്രുതി പറയുന്നുണ്ട്, ഞാന് ഇവിടെ എന്താ പൊതു സേവനമല്ലോ ആണോ ചെയ്യുന്നത്, മറ്റുള്ളവർ ചോദിക്കുന്നതൊക്കെ തരാൻ വേണ്ടിയിട്ട്. ഞാന് പറഞ്ഞ കാര്യം ആദ്യം നടക്കണം. ഓ, ആ ദാസിന്റെ കാര്യമല്ലേ, എന്താ ശ്രുതി ഇത്, നിനക്ക് എന്റെ മേൽ വിശ്വാസം ഇല്ലേ? കഴിഞ്ഞ തവണ സച്ചിയാണ് അവനെ ജയിലിലേക്ക് അയച്ചത്, എന്നാ നീയാന്നുള്ള കാര്യമല്ലേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം അവൻ എന്റെ പുറകെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ, അടുത്ത സെക്കൻഡില് വീഡിയോ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കോളൂ. ആഹാ, നല്ല ഉഷാറാണല്ലോ. ഈ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചിക്കും അതുപോലെ രേവതിക്കും പ്രശ്നം വരുമല്ലോ, അവര് നിങ്ങളുടെ സ്വന്തക്കാരല്ലേ. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ എനിക്ക് എന്റെ കാര്യമാണ് പ്രധാനം, ആദ്യം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യേ. അതെ, കുറച്ച് സമയത്തിനുള്ളിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആ ദാസിന്റെ അഡ്രസ്സും അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ എന്റെ ഇതിലേക്ക് അയക്കൂ. ഉടനെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ആന്റണി ആണെന്നുണ്ടെങ്കിൽ കൂടുള്ളവന്മാർക്ക് ആ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് അവരെടുത്ത് എത്രയും വേഗം തന്നെ ആളെ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവന്മാരാണെന്നുണ്ടെങ്കിൽ ദാസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ആന്റണി വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോഴെങ്കിലും ആ വീഡിയോ അയച്ചു തന്നൂടെ എന്നുള്ള കാര്യം. വന്നത് കയ്യിൽ കാശ് വായിൽ ദോശ, അങ്ങനെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഓ, നിങ്ങൾ എന്നെക്കാളും നല്ല ക്രിമിനൽ ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ. എന്തായാലും അവനെ പൊക്കിക്കൊണ്ട് ഇപ്പൊ തന്നെ ആൾക്കാരെത്തും. അങ്ങനെ ദാസിനെ കൊണ്ടുവരുന്നതും കാത്തിട്ട് ശ്രുതിയും അതുപോലെ തന്നെ മീരയും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും സച്ചിയും അതുപോലെ മഹേഷിനെയും കാണിക്കുന്നത് രണ്ടുപേരും കൂടി ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ മഹേഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, ആ ഫംഗ്ഷന് പോകാൻ വേണ്ടി പാടില്ലായിരുന്നു, ആ ഓടിപ്പോയതിന് ഉപകാരം ചെയ്തത് തെറ്റായി പോയി, ഫോണ് എവിടെ പോയെന്നുള്ള കാര്യം ഒരു ഐഡിയ ഇല്ല. എവിടെ സച്ചി, നീ എത്ര കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നിന്റെ സാധനങ്ങളൊന്നും നീ എവിടെയും കളയാത്തതാണല്ലോ, പിന്നെ ഫോൺ എങ്ങനെ എവിടെ പോയി, അതാണ് അറിയാത്തത്.
ഫംഗ്ഷൻ നടന്നിടത്ത് വെച്ചോ അതോ വീട്ടിൽ വെച്ച് മറന്നു പോയോ അല്ലെങ്കിൽ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും വീണു പോയോ ഒരു ഐഡിയയും കിട്ടുന്നില്ല. നമ്മുടെ ജീവിതമാർഗം തന്നെ അതിനകത്തല്ലേ ഉള്ളത്. ഫോണില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാന്നുള്ള കാര്യം അറിയില്ല. അതുമാത്രമല്ല ശരത്തിന്റെ ആ വീഡിയോ അതിനകത്തല്ലേ ഉള്ളത്. മനസ്സിലായടാ, ഈ കാര്യം നിന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ ആകെ മൊത്തം പ്രശ്നമാകും. അതുമാത്രമല്ല എല്ലാവരും കൂടി ചേർന്നിട്ട് അവനെ ഒരു കള്ളനാക്കും. അതുമാത്രമല്ലടാ, ഇപ്പോഴാണെങ്കിൽ അവൻ നല്ല രീതിയിൽ കോളേജിലൊക്കെ പോയിട്ട് പഠിക്കാനൊക്കെ തുടങ്ങിയതാണ്. ആ സമയത്ത് ഈ വീഡിയോ പുറത്തു വന്നിട്ട് അവന് മോശപ്പെട്ട കാര്യങ്ങളൊന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല. അന്ന് സച്ചി ഡിലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോ മഹേഷാണ് പിന്നീട് അവൻ തിരുത്തുന്നതിന് ചിലപ്പോ അത് ഉപകാരപ്പെട്ടേക്കെന്ന് പറഞ്ഞിട്ട് ഫോണിനകത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. അതിന്റെ ഒരു കുറ്റബോധം മഹേഷ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ, നീ കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും അത് മിസ്സാക്കി കളയാൻ പാടില്ലായിരുന്നു. ശരി, എന്തായാലും നമ്മളിപ്പോ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അവസാനമായിട്ട് എവിടെയാണ് സിഗ്നൽ കിട്ടിയെന്നുള്ള കാര്യം നോക്കിയിട്ട് അവര് അത് കണ്ടുപിടിക്കും. പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെയുള്ള പോലീസുകാരൻ്റെ അടുത്ത് ചെന്നിട്ട് സാർ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കംപ്ലൈന്റ് എത്രയും വേഗം തന്നെ സാർ സ്വീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാ ധൃതി കാണിക്കുന്നത്? ആദ്യം എന്തിനാ വന്നതെന്നുള്ള കാര്യം പറയും. സാർ എന്റെ ഫോണ് കാണാനില്ല എന്ന് പറയുമ്പോൾ ഫോണ് കാണാനില്ല എന്നോ? സാർ എത്രയും വേഗം തന്നെ ഫോണ് കണ്ടുപിടിച്ച് തരണമെന്ന് പറയുകയാണേ. ഇത് കേട്ട പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നല്ലോ 1.5 ലക്ഷം രൂപയുടെ ഫോണ്, അതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല സാർ അത്രയും വലിയൊരു ഫോണൊക്കെ മേടിച്ചിട്ട് അത് കൊണ്ടു കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളെടുക്കും സാർ ഞങ്ങൾക്കൊക്കെ. ശരി, എത്ര രൂപയുടെ ഫോണാന്ന് ചോദിക്കുമ്പോൾ മേടിക്കുമ്പോൾ 10,000 രൂപയായിരുന്നു എന്ന് സച്ചി പറയുന്നുണ്ട്. 10,000 രൂപയുടെ ഫോണിനാണോ നീ ഇത്രയും കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? സാർ ഞാനൊരു കാർ ഡ്രൈവറാണ്. എന്റെ ജീവിതമാർഗം തന്നെ ആ ഫോണിനെ വിശ്വസിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് സാർ എത്രയും വേഗം തന്നെ ഫോണ് കണ്ടുപിടിച്ച് തരണമെന്ന് പറയുകയാണേ. സാർ ഇന്നലെ ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നായിരിക്കും നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം തോന്നുന്നതെന്ന് പറയുകയാണേ. നിക്ക്, നീ അവിടെ ഇരിക്കുന്ന ആളെ കണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഒരാൾ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സച്ചിയും അതുപോലെ മഹേഷും തിരിഞ്ഞു നോക്കുവാണ്. അയാളുടെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അതിനേക്കാളും വലുതാണോ നിന്റെ ഫോണെന്ന് ചോദിക്കുമ്പോൾ സാർ അയാൾക്ക് അയാളുടെ ഭാര്യ പ്രധാനമാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഫോൺ പ്രധാനമാണ്. രജിസ്റ്റർ ഉണ്ട്, അതിനകത്ത് നിന്റെ ഫോണിന്റെ ഡീറ്റെയിൽസും ഫോണിന്റെ നമ്പറും എപ്പോ മുതലാണ് കാണാതായ എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. സാർ എന്താണ് എഴുതിയിട്ട് പോകാൻ വേണ്ടി പറയുന്നത്? അപ്പോ എന്റെ ഫോണ് കണ്ടുപിടിച്ച് തരില്ലേ എന്ന് ചോദിക്കുകയാണേ. ഒരു ദിവസം എന്തോരം ആൾക്കാരുടെ ഫോണ് കാണാതാവുന്നുണ്ടെന്നുള്ള കാര്യം അറിയോ? അതിന്റെ പുറകെ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ കൊലപാതകം ചെയ്തവര് മറ്റു കാര്യങ്ങൾ ചെയ്തവരൊക്കെ ഉണ്ട്. അതല്ലേ പ്രധാനപ്പെട്ട കാര്യം? സാർ എന്റെ ഫോണിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഫോണിനകത്തും അവരവർക്ക് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. നീ എന്തായാലും ഫോണിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതുമെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ മഹേഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവരെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഒരു ദിവസം ഇതുപോലത്തെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അവർക്ക് നിന്റെ കാര്യം അത്ര സീരിയസ് ആയിട്ട് തോന്നാത്തത്. എന്തായാലും നീ പറഞ്ഞതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെക്ക്. എടുത്തവൻ പിടിക്കപ്പെടും എന്നുണ്ടെങ്കിൽ നിന്റെ ഫോൺ എന്തായാലും നിനക്ക് തിരിച്ചു കിട്ടും. അപ്പോഴേക്കും മഹേഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ഫോണുമായിട്ട് മഹേഷ് പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. സച്ചിയെ വിളിച്ച് കിട്ടാത്തത് കൊണ്ടാണ് മഹേഷിന് കോള് വന്നത് കേട്ടോ. സച്ചി സ്ഥിരമായിട്ട് പോകുന്ന ഒരു ട്രിപ്പാണ്, അതിനു വേണ്ടിയിട്ട് സച്ചിയെ വിളിച്ചതാണ്. അവർക്ക് ദൂരെ ഏതോ ഒരു അമ്പലത്തിൽ പോകാനുണ്ട്. സച്ചിയെ വിളിച്ച് കിട്ടാത്തത് കൊണ്ടാണ് മഹേഷിനെ വിളിച്ചതെന്ന് പറയുകയാണെ. ഫോൺ കിട്ടാത്തത് കൊണ്ട് തന്നെ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് സച്ചി മടി കാണിക്കുന്നുണ്ട്. ഫോണ് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നീ ഫോണ് കിട്ടുന്നത് വരെ ഒരു ട്രിപ്പിനും പോവാതിരിക്കുകയാണോ ചെയ്യുന്നത്? കുറച്ച് ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ കയ്യിൽ കാശ് നിൽക്കും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചോളാം, നീ പോവാൻ വേണ്ടി നോക്കുമെന്ന് പറയാണേ. സ്ഥിരമായിട്ട് എന്നെ തന്നെ വിളിക്കുന്ന പാർട്ടീസ് ആണ്, പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ശരിയാവില്ല. പിന്നെന്താ നീ നോക്കി നിൽക്കുന്നത്? വേഗം തന്നെ പോവാൻ വേണ്ടി നോക്കുമെന്ന് പറയാണേ. ഫോണ് കാണാത്ത സമയം തന്നെ ഈ അമ്പലത്തിലേക്കുള്ള യാത്ര വന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ദൈവം നിന്റെ അടുത്ത് എന്തോ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും നീ എന്തായാലും പെട്ടെന്ന് തന്നെ പോവാൻ വേണ്ടി നോക്കുന്നൊക്കെ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. ശരി, നിന്നെ ഞാൻ ഷെഡിൽ ഇറക്കി വിടാം, നീ വാ എന്ന് പറഞ്ഞിട്ട് സച്ചി മഹേഷിനെയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് വീണ്ടും ആന്റണിയുടെ അവിടെയാണ് കേട്ടോ കാണിക്കുന്നത്. കുറെ നേരമായിട്ടും ഇവരെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് മീര ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതുവരെ ആരെയും കാണുന്നില്ലല്ലോ, നിങ്ങളുടെ ആളുകൾ അവിടെ നിന്ന് ഓടിപ്പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ആന്റണി ആണെന്നുണ്ടെങ്കിൽ അവരെന്താ തക്കാളിപ്പെട്ടി മറ്റാണോ എടുത്തോണ്ട് വരാൻ വേണ്ടി പോയിരിക്കുന്നത്? ആളെ പിടിച്ചോണ്ട് വരാനല്ലേ, ഇപ്പൊ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു പിടിച്ചോണ്ട് വരുന്ന ആ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. ദാസ് ഇങ്ങനെ ഒച്ചയെടുക്കുന്നുണ്ട്. ശബ്ദം കേട്ട ഉടനെ തന്നെ മീരയുടെ അടുത്തും അതുപോലെ തന്നെ ശ്രുതിയുടെ അടുത്തും ആന്റണി ആണെങ്കിൽ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, അവര് കാണണ്ട എന്ന മട്ടില്. ദാസിനെ കൊണ്ടുവരുന്ന സമയത്ത് ദാസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല, പിന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുന്നൊക്കെ. കൈവിടടാ, എന്തിനാടാ ഇങ്ങോട്ട് എന്നെ കൂട്ടിക്കൊണ്ടു വന്നതെന്നൊക്കെ, നിന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ആന്റണി പറയുന്നുണ്ട്. ഓൾറെഡി എനിക്ക് 2 തവണ കല്യാണം ആയതാണടാ, ഞാൻ പറയുന്ന കല്യാണം വേറെയാണ്, അത് നിനക്ക് ഉടനെ തന്നെ മനസ്സിലാക്കും. ദാസിനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് കണ്ണൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആരാണെന്നുള്ള കാര്യം അറിയാതെ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് പറയുമ്പോ നീ ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവനെ കൊണ്ടുപോയിട്ട് മുറിയിൽ പൂട്ടിയിടടാ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പറഞ്ഞു വെക്കുവാണേ.
അതിനുശേഷം ശ്രുതിയും അതുപോലെ തന്നെ മീരയും കൂടി ആന്റണിയുടെ അടുത്തേക്ക് വീണ്ടും വരുവാണേ. ഇപ്പോ നിങ്ങൾക്ക് വിശ്വാസമായോ എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്ന് ശ്രുതി പറയാണ്, എന്നെ വിശ്വസിച്ച് മോശപ്പെട്ടവരായവരല്ല, എന്നെ വിശ്വസിക്കാതെ മോശപ്പെട്ടവരായവരാണ് കൂടുതലായിട്ടുള്ളത്. അവന് നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും മീരയാണെങ്കിൽ ഇപ്പൊ തന്നെ അവന്റെ കൈയും കാലും അടിച്ചൊടിക്കാനും അതുപോലെ തന്നെ അവന്റെ 4 പല്ലെടുക്കാനും വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവൻ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനൊരിക്കലും ഭയം തോന്നില്ല. എവിടെയാണ് എന്താണ് ആരാണ് കൊണ്ടുവന്നതെന്നൊന്നും അറിയാതെ അവൻ ഇരുട്ട് മുറിയിൽ 3 ദിവസം കിടക്കും. അങ്ങനെ ആവുമ്പോൾ അവന് ഭയം ഏറിക്കൊണ്ടേയിരിക്കും. അവനെ കുറിച്ച് എന്തായാലും നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവനെ എങ്ങോട്ടാണോ അയക്കേണ്ടത് അവിടേക്ക് ഞാൻ പറഞ്ഞയക്കും. ഇനി എന്തായാലും നിങ്ങളുടെ പരിസരത്തേക്ക് പോലും അവൻ വരില്ല. ഇത് കേട്ട ഉടനെ താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി. ഇനി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അയച്ചെന്നോടെ എന്നുള്ള കാര്യം ചോദിക്കാരാ എന്ന് പറഞ്ഞിട്ട് വീഡിയോ അങ്ങ് അയച്ചു കൊടുക്കുവാണേ. ആ വീഡിയോ കണ്ട ഉടനെ തന്നെ ആന്റണിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. ഇത് മതി, താങ്ക്സ് എന്നുള്ള കാര്യം അങ്ങോട്ട് തിരിച്ചു പറയുന്നുണ്ട്. ഇവൻ കുറച്ചുനാൾ മുമ്പ് ജയിലിൽ പോയിട്ട് തിരികെ വന്നതാണ്, വീണ്ടും അതുപോലെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. അവനെ മൊത്തമായിട്ട് അടിച്ച് പാർസലാക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് വിടും. അവൻ നിങ്ങളുടെ 7 അയലത്ത് പോലും ഇനി വരില്ല. നിങ്ങൾക്ക് ഇനി ധൈര്യമായിട്ട് പോകാം എന്ന് പറയുമ്പോൾ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും മീരയും അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങിയ ഉടനെ തന്നെ മീരയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, എന്റെ ലൈഫിൽ എന്തോ ഒരു വലിയ കാര്യം അച്ചീവ് ചെയ്തൊരു ഫീലിങ്സ് ആണ് എനിക്കിപ്പോ തോന്നുന്നത്. അതൊക്കെ ശരി തന്നെയാടി, പക്ഷെ രേവതിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമമുണ്ട്. അവളുടെ അനിയൻ ചെയ്ത തെറ്റിന് അവളാണല്ലോ ഇരയാവാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ എപ്പം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരായ വഴി നേരായ മാർഗം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നടക്കുന്നത്. അങ്ങനത്തെ അവര് ഇപ്പൊ എന്താ പറയാൻ വേണ്ടി പോകുന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയണം. അവളുടെ ലൈഫ് എങ്ങനെയായാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് എപ്പോഴും എന്റെ ലൈഫ് നന്നാവണം, അത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മീരയുടെ അടുത്ത്. എന്ന് മീര പറയാണ്. എന്നാ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും മീരയും കൂടി അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്.